വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ ഒളിച്ചിരുന്ന് അഫ്ഗാൻ ബാലന്റെ സാഹസിക യാത്ര. കാബൂളിലെ വിമാനത്താവളത്തിന്റെ നിയന്ത്രിത മേഖലയിൽ കടന്നുകൂടിയ 13-കാരൻ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിനുള്ളിൽ ഒളിക്കുകയായിരുന്നു. കാബൂളിൽ നിന്ന് പുറപ്പെട്ട വിമാനം 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം രാവിലെ 11 മണിയോടുകൂടി ഡൽഹിയിൽ ലാൻഡ് ചെയ്തു. ജിജ്ഞാസയാണ് സാഹസിക യാത്രയ്ക്ക് പിന്നിലെന്നാണ് കുട്ടി വിശദീകരിക്കുന്നത്. ടിൻഡു, വളരെ സാഹസികമായ യാത്രയാണ്. എന്തായാലും ഈ കുട്ടി വളരെ സുരക്ഷിതമായി ഭാരതത്തിൽ എത്തി. ഈ കുട്ടിയെ കാബൂളിലേക്ക് തിരിച്ചയച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. എന്തൊക്കെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രാഖി, കാബൂളിൽ നിന്നും പുറപ്പെട്ട വിമാനത്തിലാണ് സാഹസികമായിട്ട് ഈ 13 വയസ്സുകാരൻ യാത്ര ചെയ്തത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒരു കൗമാരക്കാരൻ്റെ ജിജ്ഞാസയാണ് ഇത്തരത്തിലുള്ള ഒരു യാത്രയ്ക്ക് പ്രചോദനമായത് എന്നാണ് കുട്ടി നൽകുന്ന വിവരം. ഞായറാഴ്ചയോടുകൂടി കാബൂളിൽ നിന്നും പുറപ്പെട്ട വിമാനം തിങ്കളാഴ്ച രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ദില്ലി വിമാനത്താവളത്തിൽ, ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ എത്തിയത്. അവിടെ വെച്ചാണ് കുട്ടി ഇത്തരത്തിൽ ഈ ഗിയറിംഗ് കുട്ടി ഒളിച്ചിരിക്കുന്നതായിട്ട് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തത്. കാബൂളിലെ നിയന്ത്രിത മേഖലയിലുള്ള വിമാനത്താവളത്തിലേക്ക് കുട്ടി അധികൃതർ അറിയാതെ കയറിപ്പെടുകയും അവിടെ നിന്നും ഇറാനിലേക്ക് പോകാനുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് നമുക്ക് വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടി പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് തിരിച്ചുവിട്ടു എന്നാണ് നമുക്ക് അധികൃതരിൽ നിന്നും അതിന് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുട്ടിക്ക് ഇറാനിലേക്ക് പോകാനായിരുന്നു കുട്ടിയുടെ യാത്രാ ഉദ്ദേശമെന്ന് പറയുന്നത്. പക്ഷേ കുട്ടി എത്തിപ്പെട്ടത് ദില്ലിയിലാണ്. കുട്ടിക്കുണ്ടായ ഒരു ജിജ്ഞാസയാണ്, അല്ലെങ്കിൽ 13-കാരൻ്റെ ഒരു ജിജ്ഞാസയാണ് ഈ സാഹസിക യാത്രയ്ക്ക് പിന്നിലെന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. രാഖി. ശരി ടിൻഡു, വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിൽ ഒളിച്ചിരുന്ന് അഫ്ഗാൻ ബാലന്റെ സാഹസിക യാത്ര. കാബൂളിലെ വിമാനത്താവളത്തിന്റെ നിയന്ത്രിത മേഖലയിൽ കടന്നുകൂടിയ 13-കാരൻ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ കമ്പാർട്ട്മെന്റിനുള്ളിൽ ഒളിക്കുകയായിരുന്നു. എന്തായാലും ഈ കുട്ടിയെ തിരിച്ച് കാബൂളിലേക്ക് അയച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ടിൻഡു ദാസാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.